VSന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈനൊന്നും പാർട്ടിക്കില്ല, പാർട്ടി ലൈൻ മാത്രമേ ഉള്ളൂ. VSന്റെ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനൊന്നും VS ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈൻ ശരിയായി നടപ്പിലാക്കാൻ VSന്റെ പ്രവർത്തനങ്ങൾ ലൈനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളിലാണ്, ആശയത്തിലല്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നവർക്കൊരു തിരുത്തലും ആണ്. ഞാൻ എൻ്റെ ലേഖനങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും വന്ന പ്രിന്റ് മീഡിയയൊക്കെ എടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ പാർട്ടി പഴയ സ്ഥിതിയിലല്ലല്ലോ. ഒന്നായിരുന്ന പാർട്ടിയുടെ കാലത്ത് AKജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പ്രധാനമായിട്ടൊന്ന് 3-4 പാർട്ടിയേ ഉള്ളൂ. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റുകാര്, പിന്നെ ജനസംഘം. ജനസംഘത്തിന്റെ MP ഉണ്ടായിരുന്നു, സ്വതന്ത്ര പാർട്ടി, ഒരു MP. സോഷ്യലിസ്റ്റുകാർക്ക് കുറച്ച്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു. അങ്ങനെയാണ് AKജി പ്രതിപക്ഷ നേതാവ്. 52-ലും 57-ലും 62-ലും അങ്ങനെയായിരുന്നു. പാർട്ടി വിഭജിക്കപ്പെട്ട ശേഷം, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വിപ്ലവകരമായി പുനഃസംഘടിപ്പിച്ച ശേഷം 67-ലും വീണ്ടും രണ്ടു പാർട്ടിയും തമ്മിൽ യോജിച്ച് വീണ്ടും AKജി പ്രതിപക്ഷ നേതാവായല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു പാർലമെന്റിൽ. CPM CPI ആയി മാറിയ ശേഷവും നമുക്ക് 19 MLA-മാരുണ്ടായിരുന്നു. 2004 UPയുടെ കാലത്ത് നമുക്ക് ഏതാണ്ട് എത്രയാണ് 48 MP-മാർ, അല്ല MP-മാരുണ്ട്, MLA-മാരല്ല. അത്രയൊക്കെ ശക്തമായി. ഇപ്പം നമുക്ക് ആകെ 4 പേരേ ഉള്ളൂ. 1 കേരളം, 2 തമിഴ്നാട്, പിന്നെ രാജസ്ഥാനിലെ ഒരു സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. CPIക്ക് തമിഴ്നാട്ടിൽ നിന്ന് 2, DMK മുന്നണിയായിട്ടുണ്ടാണ്. 6 പേരേ ഉള്ളൂ. 62 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2004 ഇപ്പോൾ 6 പേരേ ഉള്ളൂ. ത്രിപുരയിലും ബംഗാളിലും അധികാരം ഇപ്പം ഇല്ലല്ലോ. ത്രിപുര അസംബ്ലിയിൽ സീറ്റൊന്നുമില്ല. ബംഗാൾ അസംബ്ലിയിൽ, ത്രിപുരയിൽ 16 സീറ്റ് ഇപ്പോഴും ഉണ്ട്. ആകെ 60 ഉള്ളവിടെ. അപ്പോൾ അവിടെ അടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നേറാനുള്ള വഴിയാണ് VS പോയ വഴിയാണ്. അത് ലൈനല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ പ്രവർത്തിക്കണോ അതിങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് VS കാണിച്ചു തന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ കർമ്മകാണ്ഡങ്ങളിൽ ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് VS കാണിച്ചു തന്നു. ആ പാത എല്ലാവരും, എല്ലാ മെമ്പർമാരും, നമുക്ക് എത്രയാ 8-10 ലക്ഷം പാർട്ടി മെമ്പേഴ്സ് ഉണ്ട്. അവർ അനുവർത്തിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റും. പോയിടത്ത് കേരളത്തിൽ തന്നെ ഇപ്പം നിലനിൽക്കുകയല്ലേ, കൂടുതൽ ശക്തിപ്പെടാൻ പറ്റും. അതാണ് പ്രക്ഷോഭണം, പ്രവർത്തനം, പരസ്യമായി പറയേണ്ടത് ശക്തമായി പറയുക, ഭരണാധികാരികളെ എതിർക്കുക, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുക, തുടങ്ങിയ കാര്യങ്ങളില്ലേ. അതെല്ലാവരും ഒരുപോലെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രാജ്യത്തും ഭാവിയുണ്ട്. കേരളത്തിൽ നമ്മൾ നല്ല നിലയിൽ ഒന്നാമതായി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടി കഴിയും. ആ ഒരു പാഠമാണ് പഠിക്കേണ്ടത്. പഠിക്കേണ്ടത് പുതിയ തലമുറയാണ്. രണ്ടാം തലമുറ നേതൃത്വം അങ്ങനെ ചെയ്യേണ്ടതാണ് അല്ലേ? രണ്ടാം തലമുറ പുതിയ തലമുറ. അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടൊക്കെ വന്നു തുടങ്ങിയവരും ഇനിയും വരാനിരിക്കുന്നവരും ഈ പാതയിൽ പോകണം. സമരം ചെയ്യേണ്ടി വരും, പരിക്കുകൾ പറ്റേണ്ടി വരും, ചിലപ്പോൾ മരിച്ചും പോവാം. മരിക്കാൻ വരെ തയ്യാറായിട്ട് വേണം പ്രവർത്തിക്കാൻ. മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ കത്തിക്കുത്ത് നടത്തിയും റൌഡിസം കാണിച്ചു ആ മരണമല്ല പറയുന്നത്. സമര കേന്ദ്രങ്ങളിൽ പുന്നപ്പര വയനാറിൽ വെടിയുണ്ടയാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, വാരിക്കൊന്തമായിട്ട് പോയവരല്ലേ. അത് കമ്മ്യൂണിസ്റ്റുകാർ കള്ളം പറഞ്ഞു 13.5 സെന്റ് എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള കള്ള പ്രചാരവേലയായിരുന്നു. അതിൽ കൂടെ മുതിരയാണ് വരുന്നത്, വെടിയുണ്ടയല്ല, അതൊക്കെ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ് അന്നത്തെ ഈ കോൺഗ്രസ്സുകാർ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ വാരിക്കൊന്തം കൊണ്ട് വെടിയുണ്ടയെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവുന്നവർക്കറിയാൻ മരിച്ചു പോകുന്ന വെടിയുണ്ടയേറ്റാൽ. വാരിക്കൊന്തം കൊണ്ട് കുത്തുകൊണ്ടവൻ മാത്രമേ മരിക്കുകയുള്ളൂ. അത് അടുത്ത് ചെന്ന് കുത്തിയാലല്ലേ കൊള്ളത്തുള്ളൂ. മറ്റേത് വേണ്ട ദൂരം. അപ്പം മരണത്തിന് തയ്യാറായിട്ടാണ് അവർ പോയത്. കാരണം മരിച്ചാലും കുഴപ്പമില്ല. അന്നത്തെ CPIയുടെ ഭരണവും എന്താ പറയുന്നത്, ഇവിടുത്തെ ദുഷ്പ്രഭുത്വവും സാമ്രാജ്യത്തിന്റെ മനോഭാവവും ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങണം. രാജ്യത്താകെ ആയുധമെടുത്തപ്പോൾ ഇറങ്ങാനൊക്കെയല്ല. കാരണം പാർലമെന്റ് ഡെമോക്രസി അതിൻ്റെതായ മാർഗം. എന്നാലും സമരങ്ങളാകാമല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. സ്വയം മറന്നിറങ്ങുന്ന ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ രാജ്യത്ത് എപ്പോൾ വളർന്നു വരുന്നു അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ മാറും. അതാണ് പാഠം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അത് അദ്ദേഹം മാതൃകയാണ്, യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് പറയാം നമുക്ക്. അതുകൊണ്ടല്ല
അങ്ങനെ ചിലപ്പോൾ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അത്രേ അറിയത്തുള്ളൂ.